വാർത്തകൾ തുടരുന്നു. കുവൈറ്റിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിലെ കാരണക്കാർ കൂടുതലും ഏഷ്യൻ വംശജരെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിക്കപ്പെട്ടവരിൽ കൂടുതലും ഇന്ത്യക്കാരും നേപ്പാളികളും ബംഗ്ലാദേശി പൗരന്മാരും. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ മേൽനോട്ടത്തിലും പൊതുസുരക്ഷയും പൗരന്മാരുടെയും താമസക്കാരുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഏഷ്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി വ്യക്തികളുടെ മരണത്തിന് കാരണമായ വിഷപദാർത്ഥമായ മെത്തനോൾ നിർമ്മാണത്തിലും വിതരണത്തിലും വൈദഗ്ധ്യം നേടിയ ഒരു ക്രിമിനൽ ശൃംഖലയെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നർക്കോട്ടിക് കൺട്രോൾ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ്, ആരോഗ്യ മന്ത്രാലയം എന്നിവയുമായി ഏകോപിപ്പിച്ച് നടത്തിയ ഫീൽഡ് അന്വേഷണത്തിൽ സാൽമിയിൽ നിന്ന് ഒരു നേപ്പാൾ പൗരനെ അറസ്റ്റ് ചെയ്തു. മെത്തനോൾ എങ്ങനെ തയ്യാറാക്കാമെന്നും വിൽക്കാമെന്നും പ്രതി വിശദീകരിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾക്കൊടുവിൽ ലഹരി വസ്തു തയ്യാറാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പങ്കാളികളായ 2 ഇന്ത്യൻ പൗരന്മാരെയും നേപ്പാൾ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. ഈ ക്രിമിനൽ ശൃംഖലയ്ക്ക് ഉത്തരവാദിയായ ബംഗ്ലാദേശ് പൗരനെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. കുവൈത്തിലെ എല്ലാ ഗവർണറേറ്റുകളിലും ഏജൻസികൾ നടത്തിയ തീവ്രമായ സുരക്ഷാ ക്യാമ്പയിനുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക മദ്യ പദാർത്ഥങ്ങളുടെ നിർമ്മാണത്തിലും പ്രചരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന 67 പേരെ അറസ്റ്റ് ചെയ്തു. കൂടാതെ 6 നിയമവിരുദ്ധ നിർമ്മാണത്തിനായി നിയുക്തമാക്കിയ ഫാക്ടറികളും റെസിഡൻഷ്യൽ വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികളും കൂടാതെ വിവിധ കേസുകളിൽ തിരയുന്ന 34 പേരെ ഈ ക്യാമ്പയിനുകളിൽ അറസ്റ്റ് ചെയ്തു. ഈ വസ്തുക്കൾ പൊതുജനാരോഗ്യത്തിന് അങ്ങേയറ്റം അപകടകരമാണെന്നും ഉടനടി മരണത്തിലേക്ക് നയിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാനോ വ്യക്തികളുടെ ജീവന് ഭീഷണിയാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാവുന്ന മറ്റേതെങ്കിലും വസ്തുക്കൾ കൈവശം വയ്ക്കുകയോ വ്യാപാരം ചെയ്യുകയോ ചെയ്യുന്ന ആരെയും പിന്തുടരുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ വിഷമദ്യ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിയമ നടപടികൾ പൂർത്തിയാക്കി സ്വദേശങ്ങളിലേക്ക് അയക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.